ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ഇസ്രായേൽ മന്ത്രിയും സൈനിക തലവനും രണ്ട് തട്ടിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടും ഇല്ലാതെയാണ് സർക്കാർ സംസാരിക്കുന്നത് എന്ന് സൈനിക മേധാവിയായിരിക്കുന്ന ജനറൽ ഇയാൽ സമീർ ആരോപിച്ചു. മന്ത്രി സ്ട്രോമിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ഇയാൽ സമീർ തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്തു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗസയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരുടെ സുരക്ഷാ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് സർക്കാർ സംസാരിക്കുന്നില്ല. അവരെ കീഴ്പ്പെടുത്തണം, ഹമാസിനെ പിടികൂടണം, അവർ ആയുധങ്ങൾ നശിപ്പിക്കണം, ബന്ദികളെ മോചിപ്പിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പോഴേക്ക് ഇസ്രായേൽ സൈന്യത്തിന് അത് സാധ്യമാകുമായിരുന്നു. 1.25 വർഷമായിട്ടും നടക്കാത്തൊരു സംഭവത്തിന്റെ പിറകിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. അതുകൊണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ വെടിനിർത്തലല്ലാത്ത മറ്റൊരു പോംവഴികൾ ഇല്ല എന്നുമാണ് യഥാർത്ഥത്തിൽ ജനറലിന്റെ അഭിപ്രായം. സൈനിക മേധാവിയുടെ അഭിപ്രായം അതാണ്. അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ ഒരു നാണംകെട്ട കരാറാണ്, നമ്മൾ തോറ്റുപോകുന്നൊരു സ്ഥിതിയാണ് എന്ന് പറയുന്നത്. എന്നാൽ യുദ്ധം ചെയ്യേണ്ടത് സൈനികരാണ്. സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ബോധവാന്മാരാകണം, നിങ്ങൾ കുറച്ചും കൂടി സ്റ്റേണായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് ജനറലിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പ്രത്യേകം